Good morning all. Yesterday we studied about capacitor transducer. Capacitor transducer is a passive transducer. That means it requires energy to work. And it is used to measure pressure, temperature, displacement, force, etc. by using the principle of changing capacitance. Okay. And also we study the principle of capacitance, that is capacitance is equal to epsilon A by D. Okay, in there we study the capacitance between two plates can be varied by any of this method. First one, when the change in the distance between two plates and change in the permittivity of a dielectric medium epsilon and change in the area of the overlapping plates. So the capacitance can be changed by any of these three methods. Okay. First we are going to discuss changing the capacitance by changing the distance between two plates. We study the capacitance is made of two metallic plates. Okay, two metallic plates, and in between these two metallic plates is filled with a dielectric medium or insulators. Okay, so the capacitance can be varied by changing the distance between the plates. From the equation of C, we know that epsilon A by D. Okay, that means the capacitance can be changed by changing the distance between the two plates, that is changing the D. Okay, from this equation we can understand C is inversely proportional to distance, that is C is directly proportional to 1 by distance. That means if C capacitance increases when the distance decreases. So when we reduce the distance, the capacitance can be increased because C and D are inversely proportional. Okay, so here we can see two plates. Here one is fixed and one is movable plate, and in between these two plates it is filled with a dielectric medium. So here a fixed plate is fixed, but movable plate we can change the position. Distance കൂട്ടിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കപ്പാസിറ്റൻസ് കുറക്കാം. ഇനി കപ്പാസിറ്റൻസ് കുറയ്ക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്റ്റൻസ് കുറച്ചാൽ മതി. ഓക്കെ, ഫിക്സഡ് പ്ലേറ്റ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ മൂവബിൾ പ്ലേറ്റ് നമുക്കൊന്നും കൂടെ, ഇവിടെ മൂവബിൾ പ്ലേറ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ മൂവബിൾ പ്ലേറ്റ് ഇങ്ങോട്ട് മൂവ് ചെയ്താൽ എന്താവും, ഈ ഡിസ്റ്റൻസ് കുറയും. അങ്ങനെ ഡിസ്റ്റൻസ് കുറച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കപ്പാസിറ്റൻസ് ചേഞ്ച് ചെയ്യാൻ പറ്റും. കാരണം ഡിസ്റ്റൻസും കപ്പാസിറ്റൻസും എന്താണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ഓക്കെ, അപ്പോൾ ഈ തരത്തിലുള്ള ഒരു നമുക്ക് ഈ തരത്തിലുള്ള കപ്പാസിറ്റൻസ്, അതായത് നമുക്ക് ഡിസ്റ്റൻസ് വേരി ചെയ്തിട്ടുള്ള കപ്പാസിറ്റൻസ് നമ്മൾ മെയിൻലി മെഷർ ചെയ്യുന്നത് എന്നാണ് എക്സ്ട്രീംലി സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റ്, ഒരു ചെറിയ ഡിസ്പ്ലേസ്മെൻ്റ് ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടൈപ്പ് കപ്പാസിറ്റൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലാണ് കപ്പാസിറ്റൻസും ഡിസ്റ്റൻസും തമ്മിലുള്ള ഗ്രാഫാണ്. നമുക്കറിയാം കപ്പാസിറ്റൻസ് കൂടുമ്പോൾ മാക്സിമം ആകുമ്പോൾ ഡിസ്റ്റൻസ് എന്തായിരിക്കും, 0 ആയിരിക്കും ഇല്ലേ. ഇവിടെ കപ്പാസിറ്റൻസ് മാക്സിമം ഈ പോയിൻറ്റിലെ C മാക്സ് ആകുമ്പോൾ ഡിസ്റ്റൻസ് എന്താണ്, 0 ആണ്. അതുപോലെ തന്നെ കപ്പാസിറ്റൻസ് നമുക്കറിയാം, ഇതിൽ കപ്പാസിറ്റൻസ് കുറഞ്ഞ് ഇത്ര എത്തുമ്പോൾ എന്തായിരിക്കും, ഡിസ്റ്റൻസ് കൂടി വരും. ഇനി കപ്പാസിറ്റൻസ് ഇവിടെ 0 ആണ്, ആ സമയത്ത് ഡിസ്റ്റൻസ് എന്തായിരിക്കും, മാക്സിമം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആണത് കപ്പാസിറ്റൻസും ഡിസ്റ്റൻസും. ഓക്കെ, നെക്സ്റ്റ് the capacitance can be changed by changing the permittivity of dielectric medium. Equations നമുക്കറിയാം, എന്താണ് ഇക്വേഷൻ, C is equal to epsilon A by D. നമുക്ക് ഈ പെർമിറ്റിവിറ്റി, അതായത് ഈ എഫ്ലോൺ എന്നില്ല, ഈ ഒരു കോൺസ്റ്റൻറ്റ് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, കപ്പാസിറ്റൻസ് ചേഞ്ച് ചെയ്യുക. അതായത് മെറ്റീരിയൽസിനെ നമ്മൾ ഈ ഫില്ല് ചെയ്യുന്ന ഡൈഇലക്ട്രിക് മെറ്റീരിയൽസിൻ്റെ പെർമിറ്റിവിറ്റിയാണ് നമ്മൾ എന്ത് പറയുന്നത്,
ഈ എഫ്-ലോ എന്നുള്ളത് വെച്ചിട്ട് നമ്മൾ അതിനെ നൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫില്ല് ചെയ്യുന്ന ഡൈഇലക്ട്രിക്കിൻ്റെ പെർമിറ്റിവിറ്റി ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് കപ്പാസിറ്റൻസ് എന്ത് ചെയ്യുക, വേരി ചെയ്യുക. അതായത് പെർമിറ്റിവിറ്റി ഇൻക്രീസ്, ഓരോ ഡൈഇലക്ട്രിക് മെറ്റീരിയലിനും ഓരോ പെർമിറ്റിവിറ്റിയാണ്. അപ്പോൾ നമുക്ക് പെർമിറ്റിവിറ്റി കൂടിയ ഡൈഇലക്ട്രിക് മെറ്റീരിയൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. കാരണം സി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എഫ്-ലോൺ ആണ് ഇല്ലേ. അപ്പോൾ പെർമിറ്റിവിറ്റി കൂടിയാൽ നമുക്ക് എന്ത് ചെയ്യാം, കപ്പാസിറ്റൻസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂട്ടാൻ പറ്റും. ദാറ്റ് ഈസ് കപ്പാസിറ്റൻസ് ആ പെർമിറ്റിവിറ്റി ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആണ്. നമുക്കറിയാം ഇവിടെ നമുക്ക് ഈ കേസിൽ നമ്മൾ രണ്ടും പ്ലേറ്റ് ചേഞ്ച് ചെയ്യുക, പ്ലേറ്റിൻ്റെ ഡിസ്റ്റൻസ് ചേഞ്ച് ചെയ്യില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ഡിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുന്ന കേസിൽ നമുക്കറിയാം ഒരു പ്ലേറ്റ് എന്താണ് ഫിക്സ്ഡ് ആയിരുന്നു, മറ്റേത് എന്താണ് മൂവബിൾ ആയിരുന്നു. പക്ഷേ ഇവിടെ രണ്ട് പ്ലേറ്റും എന്താണ് ഫിക്സ്ഡ് ആണ്. ഇവിടെ നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് എന്താണ്, ഈ ഒരു ഡൈഇലക്ട്രിക് മീഡിയമാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അതായത് നമുക്ക് ഇത് ഓൾറെഡി ഡൈഇലക്ട്രിക് മീഡിയം എന്ന് പറഞ്ഞതുണ്ട്, അതായത് എയർ ഉണ്ടാവും. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, പുതിയ എന്തെങ്കിലും മീഡിയം അതിൽ അപ്ലൈ ചെയ്താൽ നമുക്ക് കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഇൻ ദിസ് അറേഞ്ച്മെൻറ്റ് എ ഡൈഇലക്ട്രിക് മെറ്റീരിയൽ ഇസ് ഫിൽഡ് ടു എ സ്പേസ് ബിറ്റ്വീൻ ടു ഫിക്സ്ഡ് പ്ലേറ്റ്സ്. ഇറ്റ് ക്യാൻ ബി മൂവ്ഡ് യൂസിങ് ദ ആം. കണ്ടില്ല, ഈ ആം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡൈഇലക്ട്രിക് നമുക്ക് ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, ദിസ് കോസസ് എ വേരിയേഷൻ ഓഫ് ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് ഇൻ ദ റീജിയൻ. അപ്പോൾ നമുക്ക് ഈ ഒരു റീജിയനിലുള്ള ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് എന്ത് ചെയ്യാൻ പറ്റും, ഈ റീജിയനിലുള്ള ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ദ ചേഞ്ച് ഇൻ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് വിൽ വേരി ദ കപ്പാസിറ്റൻസ് ഓഫ് ദി ട്രാൻസ്ഡ്യൂസർ. നമുക്ക് അതിന് ബേസ് ചെയ്ത് കപ്പാസിറ്റൻസും ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കപ്പാസിറ്റൻസ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഏതായിരിക്കും, നമ്മൾ കപ്പാസിറ്റൻസിൻ്റെ കേസ് സി ഈസ് ഈക്വൽ ടു എഫ്-ലോൺ A/D ആണ്. ഡിസ്റ്റൻസ് നമ്മൾ പറഞ്ഞു, അതായത് ഡിസ്റ്റൻസ് കുറച്ച് പ്ലേറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറച്ച കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യും. അതുപോലെ പെർമിറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏരിയ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, ദ കപ്പാസിറ്റൻസ് ഏരിയ മീൻസ് ഓവർലാപ്പിംഗ് ഏരിയ. ഇവിടെ ഫസ്റ്റ് പ്ലേറ്റ്, ഇത് സെക്കൻഡ് പ്ലേറ്റ്. നമുക്കറിയാം പ്ലേറ്റ് രണ്ടും ഏരിയ ചേഞ്ച് ചെയ്യുകയെന്ന് വെച്ചാൽ പ്ലേറ്റ് നമ്മൾ ഇതുപോലെയാണ് പ്ലേസ് ചെയ്യുന്നത്. അതായത് ഒന്ന് ഫിക്സ്ഡും ഒന്ന് മൂവബിളും. അപ്പോൾ ഫിക്സ്ഡ് അതുപോലെ തന്നെ ആയിരിക്കും, മൂവബിൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഏരിയക്ക് വേരിയേഷൻ വരുത്താം. ഓക്കെ, the capacitance can also changed by varying the area of overlapping the plates. As shown in figure, one plate is kept fixed and other is movable. When the plate is moved, the area of overlapping plates change. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തത് തന്നെ, പ്ലേറ്റ് മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഏരിയ എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. നമുക്കറിയാം ഏരിയ ചേഞ്ച് ചെയ്യുമ്പോൾ ഫ്രം ദിസ് ഇക്വേഷൻ ദ കപ്പാസിറ്റൻസ് ഓൾസോ ചേഞ്ച്. അതായത് ഏരിയ നമുക്ക് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ്, ഇവിടെ ഏരിയ ഇൻക്രീസ് ചെയ്യുമ്പോൾ കപ്പാസിറ്റൻസും ഇൻക്രീസ് ചെയ്യും. കാരണം കപ്പാസിറ്റൻസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ആണ് ഇല്ലേ. ഈ ഇക്വേഷൻ നമുക്ക് മനസ്സിലാവുന്ന ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നത് പെർമിറ്റിവിറ്റിയും ഏരിയയും ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇൻക്രീസ് ചെയ്യും. പക്ഷേ ഡിക്രീസ് ചെയ്യുന്ന ഡിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യുമ്പോഴായിരിക്കും കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യുക. അതായത് ഈ പെർമിറ്റിവിറ്റിയും ഏരിയയും ഇൻക്രീസ് ചെയ്യുമ്പോൾ കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യും, ഡിക്രീസ് ചെയ്യുമ്പോൾ ഡിക്രീസ് ചെയ്യും. അത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ആണ്. ഡിസ്റ്റൻസ് എന്നാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആണ്. ഓക്കെ, ആൻഡ് ദിസ് ടൈപ്പ് ഓഫ് ട്രാൻസ്ഡ്യൂസേഴ്സ് ആർ യൂസ് ടു മെഷർ റിലേറ്റീവ് ലാർജ് ഡിസ്പ്ലേസ്മെൻറ്റ്. നമ്മൾ ഫസ്റ്റ് പഠിച്ചു ആ പ്ലേറ്റ്, അതായത് ഡിസ്റ്റൻസ് ചേഞ്ച് ചെയ്തിട്ട് മെഷർ ചെയ്യുന്ന ട്രാൻസ്ഡ്യൂസർ നമ്മൾ യൂസ് ചെയ്യുന്നത് ടു മെഷർ ദി സ്മോൾ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. പക്ഷേ ഏരിയ ചേഞ്ച് ചെയ്തിട്ട് യൂസ് ചെയ്തിരുന്ന കപ്പാസിറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് ടു മെഷർ ദി ലാർജ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് കപ്പാസിറ്റീവ് ട്രാൻസ്ഡ്യൂസറിൻ്റെ അഡ്വാൻറ്റേജ് മെയിൻ എന്ന് വെച്ചാൽ ഈ ട്രാൻസ്ഡ്യൂസർ വെരി സെൻസിറ്റീവാണ്. ഫസ്റ്റ് വൺ തന്നെ സെൻസിറ്റീവ് ആണല്ല, സ്മോൾ ചേഞ്ചസ് സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റ് പോലും നമുക്കിതിൽ എന്ത് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സ്മോൾ ലോഡിങ് എഫക്റ്റാണ്. ലോഡിങ് എഫക്റ്റ് സ്മോൾ ആണ്, അതായത് ഇൻപുട്ട് ഇമ്പിഡൻസ് ഹൈ ആണ്. അതുകൊണ്ട് തന്നെ ലോഡിങ് എഫക്റ്റ് സ്മോൾ ആണ്. പെട്ടെന്ന് നമുക്ക് ലോഡ് കൊടുത്താലൊന്നും നമുക്ക് വേരിയേഷൻ വരില്ല. അതായത് പെട്ടെന്ന് കുറേ ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ അപ്ലൈ ചെയ്താലൊന്നും വലിയ വേരിയേഷൻസ് വരില്ല, കറക്റ്റായിട്ട് നമുക്ക് റീഡിങ് കിട്ടും. അതുപോലെ തന്നെ ഇറ്റ് റിക്വയർസ് സ്മോൾ ഔട്ട്പുട്ട് പവർ ഫോർ ഓപ്പറേഷൻ. നമുക്കത് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് പവർ മാത്രം മതി. ഓക്കെ, ഇറ്റ് റിക്വയർ ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് ഓഫ് ഓപ്പറേഷൻ, ഹെൻസ് വെരി യൂസ്ഫുൾ ഫോർ സ്മോൾ സിസ്റ്റം.
നമുക്ക് ഇതെന്ന് വെച്ചാൽ നമുക്കൊരു എക്സ്റ്റേണൽ ഫോഴ്സ് വേണം. അതുകൊണ്ട് സ്മോൾ സിസ്റ്റത്തിലൊക്കെ നമുക്കിത് മെയിൻലി യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു ഗുഡ് ഫ്രീക്വൻസി റെസ്പോൺസാണ്. ഇതിനെന്താണ് ഫ്രീക്വൻസി റെസ്പോൺസ്, ബെറ്റർ ഫ്രീക്വൻസി റെസ്പോൺസാണ് ഈ ഒരു കപ്പാസിറ്റി ട്രാൻസ്ഡ്യൂസറിനുള്ളത്. ഓക്കെ, അപ്പോൾ വെരി സെൻസിറ്റീവ്, ഗുഡ് ഫ്രീക്വൻസി റെസ്പോൺസ്, സ്മോൾ ലോഡിംഗ് എഫക്റ്റ് ആൻഡ് small output. It require only small output for the operations. Okay, next disadvantages ആണ് the metallic parts of the transducer require insulation. നമുക്കറിയാം ഈ മെറ്റാലിക് പാർട്ട് നമുക്ക് ഇൻസുലേഷൻ വേണം, ഈ ഡൈലക്ട്രിക് വേണം, അല്ലെങ്കിൽ ഇത് രണ്ടും എന്തായിരിക്കും സെയിം ആയിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, the frame of the capacitor require the earthing for reducing the effect of the strong magnetic field. എക്സ്ട്രാ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ആ ഇഫക്റ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കപ്പാസിറ്ററിന് ഫ്രെയിം വേണം. നമ്മൾ ഓൾറെഡി പറഞ്ഞു അതിനെന്ത് ഒരു ഇൻസുലേഷൻ വേണമെന്നുള്ളത്. ഓക്കെ, സംടൈംസ് ദ ട്രാൻസ്ഡ്യൂസർ ഷോസ് ദ നോൺ ലീനിയർ ബിഹേവിയർ ബിക്കോസ് ഓഫ് ദ എഡ്ജ് എഫക്റ്റ് വിച്ച് ഈസ് കൺട്രോൾഡ് യൂസിങ് ഗോൾഡ് റിംഗ്. ഓക്കെ, ഈ എഡ്ജ് എഫക്റ്റ് എന്നുള്ളൊരു പ്രോപ്പർട്ടി ഉണ്ട് ഈ ഒരു ട്രാൻസ്ഡ്യൂസറിന്. അതൊന്നും കൂടുതലായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഈ എഡ്ജ് എഫക്റ്റ് നമുക്ക് എന്തുണ്ട്, എഡ്ജ് എഫക്റ്റ് കാരണം ഈ ഒരു ട്രാൻസ്ഡ്യൂസർ ഒരു നോൺ ലീനിയർ ബിഹേവിയർ, നമുക്ക് ആ ഗ്രാഫ് വരച്ചപ്പോൾ തന്നെ അറിയാം, നമ്മൾ നേരത്തെ ഗ്രാഫ് വരച്ചിരുന്നു. യെസ്, ഈ ഗ്രാഫിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെന്താണ്, ഫുൾ ലീനിയർ ആവില്ലേ. ഫുൾ ലീനിയർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആയിരിക്കും വരിക. ചെറിയൊരു നോൺ ലീനിയർ എഫക്റ്റ് നമുക്ക് ഇവിടെ ഷോ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്, ഈ ഒരു നോൺ ലീനിയർ എഫക്റ്റ് എന്താണ്, ഇത് ഒരു എഡ്ജ് എഫക്റ്റ് കാരണമാണ് ഈ നോൺ ലീനിയർ ബിഹേവിയർ ഷോ ചെയ്യുന്നത്. ആൻഡ് വിച്ച് ഈസ് കൺട്രോൾഡ് യൂസിങ് ദ ഗോൾഡ് റിംഗ്. അപ്പോൾ അത് കൺട്രോൾ ചെയ്യാൻ നമ്മൾ ഈ ഗോൾഡ് റിംഗ് എന്ത് ചെയ്യണം, യൂസ് ചെയ്യണം. ഓക്കെ, ദ കേബിൾ കണക്റ്റിംഗ് അക്രോസ് ദ ട്രാൻസ്ഡ്യൂസർ കോസസ് ആൻ എറർ. നമ്മൾ ഈ ട്രാൻസ്ഡ്യൂസറിന് അക്രോസ് ആയിട്ടുള്ള കേബിൾ കണക്ട് ചെയ്ത് അത് മേ ബി എന്താവും എററിന് കാരണമാകും. ഓക്കെ, നെക്സ്റ്റ് യൂസസ്. കപ്പാസിറ്റി ട്രാൻസ്ഡ്യൂസറിന് കുറേ യൂസിന് നമ്മൾ പറഞ്ഞെന്താണ്, കപ്പാസിറ്റി ട്രാൻസ്ഡ്യൂസർ നമുക്ക് സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റും അതുപോലെ തന്നെ ലാർജ് ഡിസ്പ്ലേസ്മെൻറ്റും ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ആൻഡ് കപ്പാസിറ്റി ട്രാൻസ്ഡ്യൂസർ യൂസസ് മെഷർമെൻറ്റ് ഫോർ ബോത്ത് ലീനിയർ ആൻഡ് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റും മെഷർ ചെയ്യാൻ പറ്റും. ഇതിൽ സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റ്, ലാർജ് ഡിസ്പ്ലേസ്മെൻറ്റ്, അതുപോലെ തന്നെ ലീനിയർ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ്സ് ഒക്കെ ഇത് യൂസ് ചെയ്ത് നമുക്ക് മെഷർ ചെയ്യാം. It is extremely sensitive and is used for measurements of very small distance. Okay, അതുപോലെ തന്നെ is used for the measurements of force and pressure. The force or pressure which is to be measured first converted into displacement, and the displacement changes the capacitance of the transducer. Already നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇതിൽ നമുക്ക് ഫിസിക്കൽ എനർജീസ് ആയിട്ടുള്ള ഫോഴ്സ്, പ്രഷറൊക്കെ മെഷർ ചെയ്യാൻ പറ്റും. ഇതിനെ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഡിസ്പ്ലേസ്മെൻ്റ് ആയി കൺവേർട്ട് ചെയ്യും. എന്നിട്ട് ഈ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് വേരിയിങ് കപ്പാസിറ്റൻസിൻ്റെ പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, എന്നിട്ട് ഈ വേരിയിങ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്ത് നമുക്ക് എത്രയുണ്ട് എന്നുള്ളത് മനസ്സിലായിട്ട് നമ്മൾ വീണ്ടും ഒരു ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഫോഴ്സും അതുപോലെ തന്നെ പ്രഷറും കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. It is used as a pressure transducer some cases where the dielectric constant of the transducer changes with the pressure. അതുപോലെ തന്നെ the humidity in gases is measured through capacity transducer. നമുക്ക് ഗ്യാസസിൻ്റെ ഹ്യൂമിഡിറ്റി ഇത് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാൻ പറ്റും. അതുപോലെ the transducer uses mechanical modifier for measuring the volume, density, weight. ഇത് നമുക്ക് ചില മോഡിഫയർ നമ്മൾ ഇൻക്ലൂഡ് ചെയ്താൽ നമുക്ക് വോളിയം, ഡെൻസിറ്റി, വെയിറ്റ് ഇതെല്ലാം മെഷർ ചെയ്യാൻ പറ്റും. കുറച്ച് മോഡിഫിക്കേഷൻസ് വരുത്തിയാൽ മാത്രം മതി. അതുപോലെ തന്നെ കപ്പാസിറ്റീവ് ടൈപ്പ് ട്രാൻസ്ഡ്യൂസർ ഹാവ് വൈഡ് റേഞ്ച് ഓഫ് ആപ്ലിക്കേഷൻ ഇൻ മൈക്രോഫോൺ, സെമി കണ്ടക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് ഡിറ്റക്റ്റിംഗ് ഡൈനാമിക് മോഷൻ, അതായത് മോഷൻ ഡിറ്റക്റ്റ് ചെയ്യുന്നതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ട്രാൻസ്ഡ്യൂസർ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.